രജീഷേ, ഞാൻ വിളിച്ചെന്താ അറിയോ? ഒരു കാര്യം സെറ്റായിട്ട്, പക്ഷെ അത് ഒഴിവായി പോയി. അയ്യോ, വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ എന്ന് പറയുമ്പം 16-ന് ഒരു നല്ല കേസുണ്ട്. പാവൻകുട്ടിയാ, ചിത്തിര പേരാണോ? പേരല്ല, നാളെ. നല്ല അറിയുന്ന കുട്ടിയാ. ആ, പക്ഷേ അമ്മായിമനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് വെച്ചിട്ട് കേസുണ്ട്. ഫേക്കാ. അയ്യോ, അത് ഫേക്ക്. അല്ല അത് ശരിയാവില്ല. അല്ല, അമ്മ ജീവനോടുണ്ടോ? അമ്മ ജീവനോടുണ്ട്. ഓ, അപ്പോൾ വേണ്ട. പിന്നെ 28-ന് വേറൊന്നുണ്ട്. ആ, ബ്രജേഷിന് വയസ്സെത്രേ? വയസ്സ് 31. അപ്പം അത് പ്രായം കുറവാ. 2 കുട്ടികളുണ്ടെന്നുള്ളൂ. കുട്ടികള് മക്കൾക്ക് എന്ത് പ്രായം വരും? മക്കള് ഒരാൾ 8ാം ക്ലാസ്സിലും ഒരാൾ 10ാം ക്ലാസ്സിലും. ആകുമ്പോ പഠിപ്പിക്കണ്ട. ഒരു സ്കൂൾ പോയിക്കൊള്ളു. ഒരുപാട് ഫ്രീ ടൈം കിട്ടില്ലേ? എൻജോയ് ചെയ്തൂടെ? അത് വേണ്ട വക്കീലെ, നമുക്ക് വേറെ നോക്കാം. വേണ്ട, നിങ്ങൾക്ക് വേണ്ട. വേറെ 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 രസമുള്ളത് ഭരണി നക്ഷത്രം, 5 അടി 5 ഇഞ്ച് ഉയരം, തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്താനിരിക്കുന്ന ഒരു നല്ലൊരു കുട്ടി. ഓ, അല്ല, ഈ തൻ്റെതല്ലാത്ത കാരണം എന്ന് പറയുമ്പോൾ കാരണം തൻ്റെ അല്ലല്ലോ. അല്ല, എന്നാലും കാരണം എന്താന്ന് പറയുന്ന ഒരു അല്ല തൻ്റെതല്ലാത്തോണ്ട്. അല്ല, അതാണ് പറഞ്ഞത്, തൻ്റേതല്ലാത്ത കാരണം കൊണ്ട്. അതല്ലേ പറഞ്ഞത്. മതിയോ? കുഴപ്പമില്ല. നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? പിന്നെ ഇങ്ങനത്തെ കേസാകുമ്പോ വക്കീൽ ഫീസ് കൊടുക്കുക, അങ്ങനത്തെ ചടങ്ങുകൾ. കുഴപ്പമില്ല. GST 1450 50 റുപ്യാണ് ചേച്ചി. അല്ലല്ല, ചില്ലറില്ലല്ലോ. അല്ല, അത് കുഴപ്പമില്ല. അല്ലല്ല, കറക്റ്റ് ആയിരിക്കണം. കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ്. കുമാരൻ. ഹലോ, ഞാൻ നമ്മളെ പോറ്റി വക്കീലിൻ്റെ അടുത്ത്. എടാ, നമ്മള് കല്ലാച്ചിൽ ഒരു പെണ്ണ് കാണാൻ പോയില്ലേ? ഓലക്ക് നോക്കേടാ. ഒരു മിനിറ്റ്. പറ. 2-3 നാളെ എന്റെ വീട് കാണാൻ വരുന്നുണ്ട്. ഇനി അവിടെ ഉണ്ടാവൂലേ? ചെറിയ ലിങ്ക്. ഓല ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടല്ലേ, നിങ്ങൾ കൂടെ ഉണ്ടാവണം. അത് ഞാൻ നോക്കിക്കോളാം. ഇനി വേഗം വാ. ഓക്കെ. അതിലുണ്ടാവും, ബാഗിലുണ്ടോ? അല്ല, അതിലേ നോക്കിയാ ഉണ്ട്, ഇവിടെ ഉണ്ട്. അല്ല, ഈ കല്ലാച്ചിമ്മ ഒരു പെണ്ണ് കാണാൻ പോയിക്കുന്നു. ഒരുന്ന് വീട് കാണാൻ വരുന്നുണ്ട്. അത് സെറ്റാ. അല്ലെങ്കിൽ ഈ ഡൈവേഴ്സ് കേസ് നമുക്ക് വർക്കാവും. പക്ഷേ ഈ കല്ലാച്ചി, കക്കട്ട്, നാദാപുരം, കുറ്റ്യാടി വരെ ഒരുപാട് ഇങ്ങനെ കേസ് ചെയ്യുന്ന പറഞ്ഞുകൊടുത്ത് കിഞ്ഞു വാങ്ങിയവരുണ്ട്. അവരൊക്കെ അതേ സ്പീഡിൽ തിരിച്ചു വന്നിട്ടുമുണ്ട് കേട്ടാ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തിരിച്ചു കഴിഞ്ഞ് ഉണ്ടാവില്ല. അല്ല, ഇതാ ഉറപ്പാണല്ലോ അല്ലേ? നീ വരുന്നില്ലേ? ഞാൻ അതൊന്ന് റൂട്ടാക്കട്ടെ. വരുന്നുണ്ട്. ഇനി ചായക്ക് വെള്ളം വെച്ചേക്കിട്ടാ. ഞാൻ ഇങ്ങനെ വിചാരിക്കാനു നിങ്ങളെ കാണാഞ്ഞിട്ട്. ഇന്നെന്ത് ഇത്ര വൈകിയേ? പഴയ വണ്ടിയല്ലേ മോളെ, ഓടി എത്തണ്ടേ? ഇന്ന് സുമേനെ കാണും ഒരു കൂട്ടർ വരുന്നുണ്ടേനു. അതായതാ? അതൊരു ഗൾഫുകാരനേനു. ഓക്കാണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്തിക്ക്. പക്ഷെങ്കിൽ രവിയേട്ടനാണ് ഒരു കടും പിടുത്തോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വേണമെന്ന്. പെണ്ണ് അടുക്കളയിൽ അതാ നോക്കിക്കാ. സർക്കാർ ഡിസൈൻ്റെ ചന്തി കണ്ടാലാ കഞ്ഞാറിങ് പോവാല. എനിക്ക് ഈ മൊബൈൽ തോന്നിയത് അയക്കുന്നത് നിർത്തിക്കളയെ പോവാലാ. ഛർദി നിക്കാത്തതേ വയറ്റിലെ എട്ട കുട്ടികളായതുകൊണ്ടാന്നാ പറയല്. അതെയാ? ഇതാ ജിസേ പാല്. നാരായണെടുത്തിയെ പാലിന് ലേശം കൊഴുപ്പ് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കൊഴുപ്പ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, അല്ലെങ്കിൽ കെട്ടിയ നാട്ടിലയക്കില്ലേ? ലീവ് ഇല്ലല്ലോ. വരുന്നതാണല്ലേ. അത് ഇങ്ങനെ വിളിച്ചാലാടാ. സഖാവ് പണിക്കരെ, CIF-ന്റെ പിള്ളേരില്ലേ ഇന്നെ വീട്ടിൽ കയറി മേടുമ്പോ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലേ? നാട്ടിലെ 10,000 പിള്ളേരെടുത്തു. ഇനി എഴുതി കൊടുത്ത 5 പേരും ജാതകം ഉണ്ടോ? വനജാന്റെ ബ്ലോക്കിൽ ഫുള്ള് ജാതകോപ്പിക്കലാന്നാ നാട്ടുകാർ പറയുന്നത്. പിന്നെ എങ്ങനെയാണോ പിള്ളേർക്ക് പെണ്ണ് കിട്ടുക? ഇന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോനെ, വിശ്വാസത്തിന്റെ വഴിക്ക് വിടണം, ഇനി എന്റെ പണിയെടുക്കണം. കേട്ടിക്കില്ലേ?
നിങ്ങൾ എന്തിനാ നാരായണടുത്ത് രാവിലെ തന്നെ പാലും തൂക്കി നടക്കുന്നേ? നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേ? ഞാൻ പറഞ്ഞ നോക്കിക്കാ. പാർട്ടി ഓഫീസിന്റെ പണിയൊന്നും എഴുതിയിട്ട് നാരായണടുത്തിയെ. എന്തായാലും ഉദ്ഘാടനത്തിന് വരുമല്ലോ. ആര്? ഏട്ടത്തേക്ക് സഖാവിനെ നേരിട്ടൊന്ന് കാണണമെന്ന് കുറെ കാലമായിട്ടുള്ള പൂതിയാ. ഇമ്പാസിലോ? അനക്കെന്താണ് ഒരു കുറവ്? എടാ ഇഞ്ഞപ്പടാ കൊടിയും പിടിച്ച് നടക്കാൻ തുടങ്ങിയേ വലിയ പാർട്ടിക്കാരെ. ഞാൻ വാട്സപ്പിൽ അയച്ച മെസ്സേജ് കണ്ടിക്ക് നിങ്ങൾ. ഏത് വൃക്ക മാറ്റി വെക്കൽ ധനസഹായം? അതന്നെ, പാവങ്ങളെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും, നിങ്ങൾ ചെയ്തു കൊടുക്കണം. എടോ, ഓൻ ചത്തിട്ട് 5-6 മാസമായി. ഇനി ഏടുന്നേലും കിട്ടുന്ന മെസ്സേജ് ആയിട്ട് പിരിവിന് വരല്ലേ? അല്ല, ഞാനത് 2 ദിവസം മുമ്പേരും കണ്ടത്. നീ കിട്ടുന്ന മെസ്സേജ് എല്ലാം ചൂടോടെ ആടയുടെ അയച്ചിട്ട് എപ്പാ നാട്ടുകാർ കൈവെക്കുന്നതെന്ന് അറിയില്ലേ? ആദ്യം ജിഷേൻ്റെ ഓൻ്റെ അടുത്തുനിന്നാണ് കിട്ടുക. ഒന്ന് നന്നായിക്കൂടെ? കോവാല, എനിക്കാരും ഇതല്ല അയച്ചിരുന്നേ. കയേന നീലിയാന്നല്ല. വാട്സപ്പ് തുറന്നൂടാ. എല്ലാവരും നല്ലവരാ, എല്ലാവരും നല്ലവരാ. ഈ കാണുന്ന എല്ലാവരും നല്ലവരാ. ബ്രിഗേഷിന്റെ ആലോചനക്കാരാന്നല്ലേ വീടിന്? കല്ലാച്ചിമിന്ന ബ്രിഗേഷ് നല്ലൊരു പയ്യനാട്ടോ. ഓന്റെ കഴിഞ്ഞാഴ്ചത്തെ കല്യാണം മുടങ്ങിപ്പോയത് എങ്ങനെയാ? ഓൻ ഒരു മുയിക്കൂടിയാനെന്ന് പറഞ്ഞോണ്ടല്ലേ. മഹാപാപം. ഏയ് ഓൻ എന്ത് കുടിയാ? അങ്ങനെയാണെങ്കിൽ ഓൻ്റെ അച്ഛനല്ലേ പെണ്ണിൻ്റെ അടിക്കണ്ട്. ഞാനും മൂപ്പരൊക്കെ എത്ര വെള്ളം അടിച്ച റോട്ടുമ്പോ കിടന്നതാ. കുമാരൻ ബ്രിഗേഷിന്റെ സ്ഥിരം ബ്രോക്കറാണ് കേട്ടോ. ഒരു 10-100 വണ്ടിങ്ങ അവൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഒന്നും അറിയില്ല. അത് പലതും ഓൻ ഇഷ്ടാവഞ്ഞിട്ടല്ലേ. ഇങ്ങക്ക് ഈ പുരയിൽ പെണ്ണെ ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്ക് കൂട്ടായിട്ട് ഓൻ്റെ പെങ്ങളുണ്ടാവും. ഓളൊപ്പം പോലെയല്ല. നല്ല സ്നേഹമുള്ള മോന. അച്ഛനായിട്ട് ഒപ്പോക്കൂല. ആളൊരു ചൊറിയനാ. ഓന് മറിയുമ്പോഴേക്കാന്ന് ബന്ധം. മറിയുമ്പോ ഓൻ സ്വന്തം അമ്മയെ പോലെയാണ്. എന്നാ പിന്നെ ഞാനങ്ങോട്ട് മറിയുമ്മ. അശ്വകാരിയാ മകാവിടക്ക്. നിങ്ങൾ വരി, ഇതാന്ന് വീട്. എടോ, ബ്രിഗേഷിന്റെ വീട് കാണാൻ വന്ന കൂട്ടരാത്. ഓ, കൊയിലാണ്ടിക്കാരായിരിക്കും. ഓൻ എന്നോട് പറഞ്ഞേക്ക്. അല്ല, ഇത് കല്ലാച്ചിക്കാരാ. കുറച്ച് പത്രാസിലെ കൂട്ടരാ. ഓനല്ലേ ഓലിക്ക് പറ്റിയിക്കില്ലെന്ന് പറഞ്ഞേ. ഇത് എത്ര വന്നതാ. വിലാസിനിക്ക് ചായ കാച്ചാനും ഒരു എന്നാലും ഇമ്മക്ക് അങ്ങോട്ടൊന്ന് പോവാ. വാ. ആ, ബബിതേ, നീ എവിടെയുള്ള? നാടും നാട്ടുകാരും ഒക്കെ നല്ലവരാ. കുട്ടി ഒരു പുരയിൽ കയറി ചെല്ലുമ്പോൾ അതാണല്ലോ വേണ്ടത്. അച്ഛനാണോ? എന്നൊക്കെയാ പറയുന്നത്. പറഞ്ഞത് നോക്കണ്ട. സംഘം പോലത്തെ മനുഷ്യൻ. ഞാൻ നോക്കട്ടെ. പെങ്ങളുട്ടിയാ. എടാ, ഏടിയില്ലെന്ന് പറഞ്ഞേ. ആ കിട്ടി. ഞാൻ നോക്കട്ടെ. എടാ ഇതിൽ കുറേ ഉണ്ടല്ലോ. നോക്ക്, അതിൽ ഉത്രാട നക്ഷത്രം ഉണ്ടാവും. ഉത്രാടം ജനിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. നീ ആ കോളം ഇല്ലേ കല്ല് വരച്ച, അതിന്റെ ഏറ്റവും അടിയിൽ ഷാ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഷാ. എന്നാല് നടുവിൽ കൂന്ന് എഴുതിയിട്ടുണ്ടാവും. കൂ. അത് തന്നെ, അത് കൊടുത്തു. ആ വരുന്നേ. പെൺകുട്ടികളെ കെട്ടിക്കേണ്ട പ്രായത്തിൽ കെട്ടിക്കണം. ഓളെ കെട്ടിക്കാനായിക്കില്ല. ജാതകം കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാളൊന്നും ഒന്ന് നോക്കണമല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണ് ഞാൾ നോക്കുന്നത്. 2-3 ആലോചനകൾ പെൻഡിങ്ങില്ല. എന്താണെന്ന് അറിയില്ല. ഓൾക്ക് ഇവിടുത്തെ ചെക്കനെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അതിന് ഓനെന്തോ ഒരു പത്രാസ് കുറവ് അല്ലേ? പിന്നല്ലാണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയിക്കില്ല ചേച്ചി? ആ ഭവിതയ്ക്ക് എന്നെ ഒന്ന് അങ്ങോട്ട് വിളിച്ചുകൂടാനോ? കുഴപ്പമില്ല, നിങ്ങൾ വരി. ആടെ നിക്ക് ചെക്ക, എന്ത് കോലത്. അല്ല, എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്തൂടാനോ? സാരല്ല, വാ.
ആ ചെക്കൻ വന്നല്ലോ. എന്തല്ല പണി സൈറ്റില്ലേ ഇവന് 100 പണിക്കാരുള്ളതാ. എല്ലായിടത്തും അവന്റെ കണ്ണെത്തണ്ടേ. അളിയനാ പോലീസിലാ. ഇത് കാര്യമൊന്നുമില്ല, ഇപ്പൊ സസ്പെൻഷനില്ല. എല്ലാരും ചായ അടിച്ചോട്ടാ. അത് അന്വേഷണ വിധമായിട്ട് ചെറിയൊരു ഇന്ന് ചെക്കന്റെ പിറന്നാളാണല്ലേ? അല്ല വയസ്സ് എത്രയായി? വയസ്സ് 31. മാമന്റെ കേക്ക് കുറിച്ചാലോ അച്ഛാ? അത് ശരിയാ, നമുക്കിതൊരു ബർത്ത്ഡേ പാർട്ടി ആക്കാം അല്ലേ? അത് ശരിയാ. കക്കൂസ് എവിടെയാണ്? കക്കൂസ് ഇവിടെ ബാക്കില. ഭവിത ആരെങ്കിലും ഉണ്ടോ കക്കൂസില്? അച്ഛൻ പോയിട്ടുണ്ട്. ആ എന്നാ കണക്ക് തന്നെ. ശരി. താങ്ക്സ്. ഓ എന്തൊരു നാറ്റാടിയാ. ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്ക് കേക്ക് കട്ടിയല്ലേ? ആ മൃഗേഷേ, കേക്ക് കെട്ടിയടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചെക്കൻ നശിപ്പിക്കും. ചെക്കന് 31 ഇതെന്താ 40? ഈ ബന്ധം ശരിയാവില്ല. പിന്നെ ഇതിനൊക്കെ സമയം പോക്കണ്ട. ചെക്കന് വയസ്സ് എത്രയെന്നാ പറഞ്ഞേ? ഞാളെ പെണ്ണിന് 19 വയസ്സേ ഉള്ളൂ. ഇനി ഞാളെ പറ്റിക്കാന്ന് വിചാരിക്കണ്ടാ. എടാ കുമാര, എനിക്ക് പെണ്ണെന്നും പറഞ്ഞ് ഞാൻ നാട്ടിൽ കണ്ട എന്റെ കാലിന്റെ മുട്ട ഞാൻ അടിച്ചൊടിച്ചു കളയും. ഒരു മര്യാദ വേണം. അയ്യോ അതല്ല, ഇത് ഓന്റെ അല്ല, ഓന്റെ അളിയന്റെ. അയ്യോ പോലെ നമ്മളെ